പ്രിയമുള്ളവരെ, ഇടപ്പള്ളി ചലച്ചിത്രോത്സവം സമാരംഭം കുറിക്കുകയാണ്. ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയും മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിൻ രണ്ട് സംഘടനകൾ സംയുക്തമായി ഈ മാസം ഇന്ന് മുതൽ 15-ാം തീയതി വരെ 5 ദിവസത്തെ ചലച്ചിത്രോത്സവം. ഈ ചലച്ചിത്രോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീച്ചർ ഫിലിംസ് മാത്രമല്ല, ഷോർട്ട് ഫിലിംസ് ഉണ്ട്, ഡോക്യുമെൻ്ററീസ് ഉണ്ട്, ബയോപിക്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ചലച്ചിത്ര മേഖലകളിൽ എല്ലാ ചായക്കൂട്ടുകളെയും ചേർത്തിക്കൊണ്ടുള്ള ഒരു ചലച്ചിത്ര ഉത്സവമാണ്. ശരിക്കും അതൊരു ഉത്സവമായിരിക്കും. ഇനി വരും ദിവസങ്ങളിലും അതേമാതിരി ഉണ്ടാകും. അതിൻ്റെ രൂപരേഖ വിശദമായിട്ട് പറയാൻ ഇവിടെ ആളുണ്ട്. അതിനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒരു മെമ്പർ അത് പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി സമ്മതത്തോടുകൂടി നമ്മുടെ ചലച്ചിത്രോത്സവം ആരംഭിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ TR ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി ഇടപ്പള്ളി ചലച്ചിത്രോത്സവം എന്ന പേരിൽ പുതിയ ഒരു ചരിത്ര ഉത്സവം, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവം ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ മെട്രോ ഫിലിം സൊസൈറ്റി 2007 മുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മമ്മൂട്ടിയാണ് ഈ സംഘടന ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 17 വർഷമായിട്ട് എറണാകുളം നഗരത്തിൽ സിനിമകൾ പ്രദർശിപ്പിക്കുകയും സിനിമാ സംബന്ധമായ ചർച്ചകളും സംവാദങ്ങളും കോഴ്സുകളും അങ്ങനെയുള്ള അനവധി സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷമായി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ എല്ലാ മാസവും സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. 2 മാസം മുമ്പ് ആട്ടം എന്ന ഒരു സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ആ കലാകാരന്മാർക്ക് സ്വീകരണവും നൽകിയിരുന്നു. അന്ന് ചങ്ങമ്പുഴ പ്രസിഡൻറ്റ് നമ്മൾക്ക് ഒരു ഫെസ്റ്റിവൽ നടത്തണം എന്ന് പറയുകയും അതുപ്രകാരം ഇങ്ങനെ ഈ മാസം മാർച്ച് മാസം ഒരു 5 ദിവസം ഇവിടെ അനുവദിച്ചു തരികയും ചെയ്തു. ഈ ഫെസ്റ്റിവലിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ചങ്ങമ്പുഴ പ്രസിഡൻറ്റ് P. പ്രകാശാണ്. ഞങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വേദിയുടെ അധ്യക്ഷനും അദ്ദേഹം തന്നെയാണ്. എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹത്തിന് ആദ്യം തന്നെ എൻ്റെ സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുന്നു. ശ്രീ ജയരാജ് സാർ 1990 മുതൽ വിദ്യാരംഭം മുതൽ ഇങ്ങേറ്റം MTയുടെ മനോരഥങ്ങളിലെ സ്വർഗം തുറക്കുന്ന സമയം വരെ എന്നുള്ള സിനിമകളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. അതൊന്നും ഞാൻ അത് എണ്ണി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 46 സിനിമകളാണെന്ന് തോന്നുന്നു. എണ്ണി നോക്കി വിക്കിപീഡിയയൊക്കെ എടുത്ത്. അപ്പോൾ അത്രയും സിനിമകളുടെ ഒരു ലിസ്റ്റാണ് കിട്ടിയത്. അതേപോലെ തന്നെ അവാർഡുകൾ നാഷണൽ അവാർഡ് തുടങ്ങി ഗോവയിലെ സുവർണ ചകോരം, പിന്നെ രജത ചകോരം, അങ്ങനെ വിദേശ, അങ്ങനെ അത് തന്നെയുണ്ട് ഒരു വലിയ അവാർഡുകളുടെ ഒരു സെക്ഷൻ. സത്യത്തിൽ ഇത്രയും സിനിമകളാണ് 35 വർഷം 36 വർഷം ഇടവേളയിൽ ഇത്രയും സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞത് വളരെ അതിശയകരമായ കാര്യമാണ്. ഞാൻ അദ്ദേഹമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ ഒരുപാട് ഞാൻ കേട്ടു. പിന്നെ ഒറ്റാല് പോലെ സിനിമകൾ ഗോവയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിൽ അഭിനയിച്ച വാസവൻ ചേട്ടന് ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. അതായത് മലയാളത്തിൽ ഡോസ്റ്റോവ്സ്കിയെക്കുറിച്ചൊരു കാര്യം പറയും, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ എന്ന് പറഞ്ഞ പോലെ മലയാളത്തിലും അതേപോലെ ഗോൾഡൻ സിഗ്നേച്ചർ ഉള്ള ഒരു സംവിധായകനാണ് ജയരാജ്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈസിക്കിൾ തീവ്സ് കണ്ടതാണ്. ഇത്രയും സിനിമകൾ
സംവിധാനം ചെയ്യാനുള്ള ഒരു പ്രചോദനമെന്ന് അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. ബൈസിക്കിൾ തീവ്സും അതേപോലെ റാഷമോൺ അന്ന് 4 സിനിമയൊക്കെ ഒരു ദിവസം കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് സിനിമാ സംവിധായകൻ തീരുമാനിക്കുകയും ആ വഴിയെ പോവുകയും ചെയ്തു. നമ്മളുടെ ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്ന ഹാസ്യം എന്ന സിനിമ നവരസങ്ങളിൽപ്പെട്ട 8ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ഇനിയും ഒരു സിനിമയും കൂടി വരാനുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹം ഈ സംഗീത സംബന്ധമായിട്ടാണെങ്കിലും മലയാളത്തിലെ ഫോർ ദ പീപ്പിൾ എന്നുള്ള സിനിമയിലെ ലജ്ജാവതി എന്നുള്ള പാട്ടുന്ന തിയേറ്ററിൽ ആളുകൾ തുള്ളിയ ഒരു സിനിമയാണ്. അപ്പോൾ മലയാളത്തിലെ സംഗീത ശാഖയ്ക്ക് തന്നെ വലിയൊരു സംഭാവന അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. ജയചന്ദ്രൻ അവാർഡ് ലഭിച്ച നീ ഒരു പുഴയായി എന്നുള്ള ജയചന്ദ്രനെ ഈ സമയത്ത് ഓർക്കുക, നമ്മളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ നീ ഒരു പുഴയായി എന്നുള്ള ഗാനം ജയരാജ് സാറിൻ്റെ സിനിമയിലെ ഒരു പാട്ടാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളാണ്. ഞാൻ 1993 തോന്നുന്നു, 93 ഒരു പൊൻകുന്നം പറക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ എന്നൊരു കഥ ജയരാജ് സാറ് അത് സംവിധാനം ചെയ്തിരുന്നു. അത് IDSFKയിൽ പ്രദർശിപ്പിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തരണമെന്ന് പറഞ്ഞു. ഉടനെ തരികയും ആ സിനിമ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാൻ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഫിലിം സൊസൈറ്റി ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സംവിധായകൻ കൂടിയാണ്. ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന ഫിലിം സൊസൈറ്റിയുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ഫിലിം സൊസൈറ്റിയെ സംബന്ധിച്ച് അവർ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമകളുടെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പെടുത്താവുന്ന അനേകം സിനിമകൾ ജയരാജ് സാറിനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും അതേപോലെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഒരു സ്വാഗതവും കൂടി ഞാൻ പറയുന്നുണ്ട്. അതായത് ശാന്തം എന്ന സിനിമയിൽ IM വിജയൻ അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ അവസാന രംഗത്ത് ഒരു ഭാരതപ്പെടുന്ന മണൽത്തിരുത്താണെന്ന് തോന്നുന്നു. അവസാന രംഗം അവിടെ വെച്ചാണ്. അതായത് ഈ IM വിജയൻ ഒരു കത്തിയായിട്ട് ഓടുന്നു. IM വിജയനെ കൊല്ലാൻ വേണ്ടി മറ്റൊരു കൂട്ടമായിട്ട് ഒരു ജനം വരികയാണ്. അപ്പോൾ IM വിജയൻ്റെ അമ്മ കൂടി ഇതിനെ പോയി തടയുന്നുണ്ട്. അപ്പോൾ തടഞ്ഞു നിൽക്കുന്നില്ല. പിന്നീട് ഒരു ഡ്രീമായിട്ടൊരു രംഗമാണ് കാണിക്കുന്നത്. ഒരുപാട് അമ്മമാർ ചേർന്നുകൊണ്ട് ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ ഉയർത്തിപ്പിടിച്ച വാളിൽ ഒരു തുമ്പി വന്ന് നിൽക്കുന്നുണ്ട്. ആ വാൾ അത് ഏറ്റവും മനോഹരമായ രംഗത്തോട് തിരികെയാണ്. അപ്പോൾ ആ തുമ്പിയുടെ പേരിലും ഞാൻ ജയരാജ് സാറിനെ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മളുടെ ഇന്ന് ആദരിക്കുന്ന ഹരിശ്രീ അശോകൻ നമ്മുടെ നാട്ടുകാരനാണ്. കൂടാതെ സ്വന്തം കഴിവുകൊണ്ട് ചെറിയ സ്കൂളിൽ തുടങ്ങിയ ചെറിയ മോണാക്ട് അതേപോലെ ഇങ്ങനെ ഓരോന്നോരോ പടിപടിയായിട്ട് കയറി വരികയും മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത ഒരു നടനാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അല്ലെങ്കിൽ അഭിനയത്തോടുള്ള ആ വാസനയും തന്നെയാണ് അദ്ദേഹത്തിന് ഈ നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രോളുകളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വലിയ നടനായിട്ട് മാറ്റിയത് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമുക്കറിയാവുന്നതാണ്. ഏറ്റവും പ്രസിദ്ധമായ പഞ്ചാബി ഹൗസ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതെല്ലാവരും പലവട്ടം കണ്ട് പോയിട്ട് പോലും നമ്മൾക്കൊരിക്കലും മടുപ്പില്ലാത്ത അദ്ദേഹത്തെ ഏറ്റവും ഉയരത്തിൽ നിർത്തുന്നൊരു സിനിമയാണ്. അതേപോലെ അനേകം സിനിമകൾ ഈ മലയാളത്തിൽ അഭിനയിക്കുകയും മലയാള സിനിമയിൽ ഒരു തൻ്റേതായ സ്ഥാനം കണ്ടെത്തുകയും ചെയ്ത ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഹാസ്യം എന്ന സിനിമയാണ് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച. ആകാശം എന്നൊരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഹാസ്യത്തിലും നായകനാണ്. ഹാസ്യം എന്ന് പറഞ്ഞത് പേര് കേൾക്കുമ്പോൾ നമുക്ക് കരുതും അവർ ചിരിക്കുന്ന സിനിമ. അതല്ല, അത് കറുത്ത ഹാസ്യമാണ്. കറുത്ത ഹാസ്യം എന്ന് പറഞ്ഞത് നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ റാഷമല്ല പേര് മറന്നുപോയി. അതിൽ ഒരു ഷൂ പുഴുങ്ങി തിന്നുന്നൊരു രംഗമുണ്ട്, വിശന്നിട്ട്. ഇത് വളരെ ഹാസ്യം. നമ്മളത് കാണുമ്പോൾ അതിന് ചിരിക്കും. കാര്യം വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഷൂ പുഴുങ്ങി തിരിയാണ്.
അതിനുശേഷം നമ്മൾ ആ രംഗം കഴിയുമ്പോൾ നമ്മൾക്ക് സങ്കടം വരും. ശരിക്കത് സങ്കടമാണ്. കാര്യം വേറൊന്നും തിന്നാനില്ല, അപ്പോൾ ഷൂ പുഴുങ്ങി തിന്നുക എന്നുള്ള ആ ഒരു കറുത്ത ഹാസ്യത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് അന്ന് ഈ ചാർലി ചാപ്ലിൻ ആവിഷ്കരിച്ചത്. അതിൻ്റെ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ഹാസ്യം. ഇപ്പോൾ കറുത്ത ഹാസ്യം എന്ന് പറയാവുന്നതാണ്. ദുഃഖം നിറഞ്ഞൊരു സിനിമയാണ്. ആ സിനിമയിൽ നായകനായിട്ട് വളരെ തന്മയത്തോടെയാണ് അഭിനയിച്ചേക്കുന്നത്. കാര്യം ഇത്രയും കാലത്തുള്ള അഭിനയ ജീവിതത്തിൻ്റെ ശക്തിയും ആ സിനിമയിൽ കാണാം. നമ്മൾക്കത് ഇവിടെ നിന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും, മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്ന് ഈ ഹാസ്യം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണകി എന്ന സിനിമയ്ക്ക് സംസ്ഥാന കോസ്റ്റ്യൂം ഡിസൈനർ എന്ന രീതിയിൽ സംസ്ഥാന അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. വേറെയും പകർന്നാട്ടം എന്നൊരു സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച സബിത ജയരാജ് ഇവിടെയുണ്ട്. എന്താ പറയുക, വസ്ത്രാലങ്കാരത്തിൽ വളരെ നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരു നടി കൂടിയാണ് സബിത ജയരാജ്. സബിത ജയരാജിൻ്റെ ഈ ഹാസ്യ സിനിമയിലെ നല്ലൊരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇതിന് ശേഷം കാണാവുന്നതാണ്. അപ്പോൾ സബിത ജയരാജനും ചങ്ങമ്പുഴയുടെയും മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ പ്രസിഡൻറ്റ് രാജേശ്വരി ഉണ്ട്. രാജേശ്വരി ഞങ്ങളുടെ കൗൺസിൽ മെമ്പറാണ്. ഈ ഫിലിം സൊസൈറ്റികളുടെ ഒരു സംഘടനയുണ്ട്, എല്ലാവരുടെയും കൂടിയുള്ള അതിലെ കൗൺസിൽ മെമ്പറാണ്. അതേപോലെ ഞങ്ങളുടെ ട്രഷറർ ശിവഗോവിന്ദൻ, പി കൃഷ്ണൻ, കൂടാതെ സന്തോഷ് കുമാർ, അങ്ങനെ ഞങ്ങളുടെ മെട്രോ ഫിലിം സൊസൈറ്റിയിലെ കുറേ അംഗങ്ങളുണ്ട്. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ അജീഷ് ഞങ്ങളുടെ 30.8 ചാനലിൻ്റെ ഒരു സാരഥിയാണ്. മാത്രമല്ല കേരളത്തിലെ സ്വതന്ത്ര ചിന്ത പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൻ്റെ ഒരാൾ കൂടിയാണ്. ഞങ്ങൾ മെട്രോ ഫിലിം സൊസൈറ്റി ഈ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് പല സിമ്പോസിയങ്ങളും സെമിനാറുകളും നടത്താറുണ്ട്. അജീഷിനും കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ എടപ്പള്ളി ചലച്ചിത്രോത്സവം എന്ന പുതിയ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ചലച്ചിത്രോത്സവം ഇവിടെ ആരംഭിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ 5 ദിവസങ്ങളുണ്ട്. 5 ദിവസങ്ങളിലെ സിനിമകളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് വളരെ ഹ്രസ്വമായ ഒരു അതിഥി പരിചയമാണ്. അതിനായി ശ്രീമതി ഡോക്ടർ പി ശാലിനി അവരെ ക്ഷണിച്ചുകൊള്ളും. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒരൊറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മൺമറഞ്ഞു പോയ സാംസ്കാരിക സിനിമ കൂട്ടായ്മയിലെ അംഗങ്ങളും അതുപോലെ തന്നെ മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി കഴിഞ്ഞ വർഷം. അവരുടെ എല്ലാവരെയും ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് ശ്രീ ജയരാജിനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രത്യേകിച്ച് ഒരു ഞാൻ ഈ പരിചയപ്പെടുത്തൽ പോലും തികച്ചും ഒരു ഔപചാരികമായി തന്നെ നിങ്ങൾ കാണണം. കാരണം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു ആളാണ് ശ്രീ ജയരാജ്. അദ്ദേഹം നവരസങ്ങൾ എന്നുള്ള ഇറങ്ങിയ സിനിമയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എല്ലാവരിലേക്കും എത്തിയത്. സിനിമ എന്നത് എന്തൊക്കെ പറഞ്ഞാലും സ്വാതന്ത്ര്യവും ഭാവനയും എല്ലാം കൂടെ ചേർന്നതാണെന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. അല്ലെങ്കിൽ അങ്ങനെ സിനിമ എടുക്കുന്നവരാണ് അധികം. പക്ഷെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ അതുകൂടിയാണ് സിനിമ എന്ന് തെളിയിച്ചിട്ടുള്ള ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവും അതുപോലെ തന്നെ നൈപുണ്യവും തെളിയിച്ചിട്ടുള്ള ജനങ്ങളുടെ പ്രിയനായ ഒരു സംവിധായകനാണ് ശ്രീ ജയരാജ്. ജയരാജ് എന്ന സംവിധായകനെ പരിചയപ്പെടുത്തുമ്പോൾ സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ നമുക്ക് സമയത്തിന് വളരെയധികം നമുക്ക് സിനിമ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളങ്ങളാണ് ജയരാജിൻ്റെ സിനിമ എന്നൊരൊറ്റ വാക്കിൽ ഞാൻ ജയരാജിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവരസം എന്നുള്ള ആ ഒരു തീമിനെ പറ്റിയാണ്. അതുപോലെ തന്നെ കലാമൂല്യമുള്ള സിനിമകളോടൊപ്പം തന്നെ വാണിജ്യ സിനിമകളും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ശാന്തം കരുണം എന്നൊക്കെയുള്ള സിനിമകൾ ചെയ്ത ആൾ തന്നെയാണോ? ഞാൻ കോളേജിൽ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്നുണ്ട്.
ജയരാജ് സിനിമകൾ എന്ന് പറയുന്ന സിനിമകൾ ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒറ്റാൽ എന്ന് പറയുന്ന സിനിമയാണ് ഡിഗ്രി വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ആ കാര്യം. അപ്പോൾ കലാമൂല്യമുള്ള സിനിമകളോടൊപ്പം തന്നെ വാണിജ്യ സിനിമകൾ, തിളക്കം എന്ന് പറയുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ, ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ ജയരാജാണ് സംവിധാനം ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, തിളക്കോ ജയരാജോ? ഒരിക്കലും അല്ല. ലാസ്റ്റ് ഞാനതെനിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി, അതായത് വേഴ്സറ്റൈൽ ഡയറക്ടർ എന്ന് തികച്ചും നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ഒരു വേഴ്സറ്റൈൽ ഡയറക്ടർ എന്ന് വിളിക്കാം, ധൈര്യപൂർവ്വം വിളിക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിൽ വൈവിധ്യമായ സിനിമകളുടെ ആവിഷ്കാരത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ എന്നും ലാളിത്യത്തിൻ്റെ ഉറവിടമായി, അല്ലെങ്കിൽ ഒരു നല്ല സംവിധായകനായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അദ്ദേഹത്തെ പ്രേക്ഷകർ അത്രയേറെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഗാനങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസ്, നൃത്തം, ഇതെല്ലാം അടയാളപ്പെടുത്തിയവയാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തിളക്കത്തിലെ പല ഗാനങ്ങളും, അതുപോലെ തന്നെ ദേശാടനത്തിലെ, കളിയാട്ടത്തിലെ കഥാപാത്രങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ശക്തനായ കഥാപാത്രം അല്ലെങ്കിൽ ശക്തയായ കഥാപാത്രം എന്ന് അടയാളപ്പെടുത്താൻ സാധിക്കാത്ത വിധം പരസ്പരം മത്സരിച്ച് അഭിനയിക്കുന്ന അഭിനേതാക്കളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ. സ്ത്രീ കഥാപാത്രങ്ങൾക്കും പുരുഷ കഥാപാത്രങ്ങൾക്കും ഒരേ ശക്തിയോടുകൂടി സിനിമയിൽ തിളങ്ങാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ അവതരണ രീതി. ധാരാളം ദേശീയ പുരസ്കാരങ്ങളും അതുപോലെ സംസ്ഥാന പുരസ്കാരങ്ങളും വഴി നമ്മുടെ കേരളത്തിൻ്റെ പ്രൗഢിയെ നെറുകയിലെത്തിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് ശ്രീ ജയരാജ് എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുവാൻ മെട്രോ ഫിലിം സൊസൈറ്റിക്കും ചങ്ങമ്പുഴ പാർക്കിനും സന്തോഷമുണ്ട്. ശ്രീ ഹരിശ്രീ അശോകൻ 30 വർഷത്തിന് മുകളിലായി മലയാള സിനിമയുടെ ഭാഗമാണ് ശ്രീ ഹരിശ്രീ അശോകൻ. നമുക്കറിയാം, ഹാസ്യം എന്ന് പറയുന്നത് അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹാസ്യത്തെ നമ്മൾ പലപ്പോഴും ഒന്നുമില്ലെങ്കിൽ അതിനൊരു വൈകല്യം അനുഭവപ്പെടുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാസ്യത്തിനെ നമ്മൾ മറ്റുള്ളവരെ ഒരു കളിയാക്കുന്നതാണ് ഹാസ്യം എന്നുള്ള രീതിയിൽ പലപ്പോഴും ഹാസ്യത്തെ അടയാളപ്പെടുത്താറുണ്ട്. 30 വർഷത്തോളമായിട്ട് സിനിമയിൽ ഇങ്ങനെ എല്ലാ തലമുറകളോടൊപ്പം അല്ലെങ്കിൽ ഒരു മീറ്റർ നിലനിർത്തിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ശ്രീ ഹരിശ്രീ അശോകൻ. അദ്ദേഹത്തിൻ്റെ ചില സാധാരണ പരിചയപ്പെടുത്തലിൽ നിന്നും നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ട്രോളുകളിലും ഒക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉണ്ണി നോക്കണ്ടടാ, ഇത് ഞാൻ തന്നെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഇപ്പം ഞാൻ കോളേജിലായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കുട്ടികൾ ഇപ്പോഴും അതൊരു ട്രെൻഡ് മാതിരി ഉപയോഗിക്കുന്നുണ്ട്. കാരണം നോക്കണ്ടട ഉണ്ണി, ഇത് ഞാനല്ല എന്ന് പരസ്പരം പറയാത്ത ഒരു കുട്ടിയും കോളേജിൽ നിന്ന് കുറച്ച് കാലങ്ങളായിട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീകുട്ടന് പുട്ട് തന്നെ വേണമെന്നുണ്ടോ ഇന്ന് എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായ സംഭാഷണ ശൈലി കൊണ്ട് മനുഷ്യരെ പിടിച്ചിരുത്തുന്ന, അതെന്തോ അദ്ദേഹത്തിന് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ തന്നെ രമണനെ പരിചയമില്ലാത്ത ഉത്സവപ്പറമ്പുകളില്ല. രമണനും അതുപോലെ തന്നെ ദശമൂലവും ഒക്കെ ഇന്നത്തെ കാലത്തെ ഉത്സവപ്പറമ്പുകളുടെ ഭാഗമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്ലോട്ടുകളിലൊക്കെ ഇവിടെ എല്ലാം വളരെ സുപരിചിതമായ മുഖമാണ്. അപ്പോൾ ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന അദ്ദേഹം ടെലികോം സർവീസിൽ ജോലി ചെയ്യായിരുന്നു. അതിനുശേഷം അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന, ശരിയാണോ സാർ? പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയധികം. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീ ജയരാജ് സാറിൻ്റെ ഹാസ്യം എന്ന സിനിമ, അപ്പോൾ നിങ്ങൾക്ക് ഹരിശ്രീ അശോകൻ്റെ മറ്റൊരു മുഖം അതിൽ കാണാം. ഹാസ്യം എന്ന സിനിമയാണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്ന 3 പേരും സംവിധാനം ചെയ്തിരിക്കുന്ന സാറും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പരിപാടി, ഒഫീഷ്യൽ പരിപാടിക്ക് ശേഷം ആ സിനിമയുടെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ശ്രീ ഹരിശ്രീ അശോകൻ്റെ മറ്റൊരു മുഖഭാവം കണ്ടിട്ടേ നിങ്ങളെല്ലാവരും പോകാവൂ. ഹാസ്യം മാത്രമല്ല, അദ്ദേഹത്തിന് വഴങ്ങുക എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അഭിനയ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഓൾറെഡി ചെയ്തതാണ്, എങ്കിലും പരിചയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് 20 വർഷം മുമ്പാണ്, തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. 20 വർഷം മുമ്പ് ഞാനൊരു കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്ന സമയത്താണ് സാറിനെ ആ കോളേജിലെ പരിപാടിയിൽ ഉദ്ഘാടകനായിട്ട് വിളിക്കുന്നത്. അതിനുശേഷം 20 വർഷം കഴിഞ്ഞിട്ടാണ് സാറിനെ ഞാനിപ്പോൾ കാണുന്നത്.
അപ്പോൾ അന്ന് കണ്ട പോലെ തന്നെയാണ് ഇന്നും ഇരിക്കുന്നത്. യാതൊരു വ്യത്യാസമില്ല. എനിക്ക് കുറച്ച് പ്രായമായതല്ലാണ്ട് സാറ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും സാറിനെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അടുത്തതായി ശ്രീമതി സബിത ജയരാജ്. ജയരാജ് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സബിത ജയരാജ് എന്ന്. കാരണം ഒരുപാട് സിനിമകളിൽ തൻ്റെ ഭർത്താവിൻ്റെ ഒരു എന്താ പറയുക, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നടി എന്നുള്ള നിലയിലല്ല, അവരുടേതായ രീതിയിൽ അഭിനയ പ്രതിഭ അല്ലെങ്കിൽ അഭിനയ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ തൻ്റേതായ ശൈലിയിൽ നിലനിന്ന് പോയ അഭിനേത്രിയാണ് ശ്രീമതി സബിത ജയരാജ്. സിനിമയേക്കാൾ കൂടുതൽ അവർ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന രംഗത്ത് തിളങ്ങിയ ആളാണ്. കണ്ണകി എന്ന സിനിമയിലൂടെ പുരസ്കാരവും മാഡം നേടിയിട്ടുണ്ട്. പക്ഷേ മാഡം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞതായി കണ്ടിട്ടുണ്ട്, എനിക്ക് കോസ്റ്റ്യൂം രംഗത്തേക്കാൾ കുറച്ചുകൂടെ താല്പര്യം അഭിനയം എന്നുള്ള മേഖലയിലാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്നുള്ള ജോലിയേക്കാൾ അഭിനയം എന്നുള്ള ആ മേഖലയെ സ്നേഹിക്കുന്ന ശ്രീമതി സബിത ജയരാജ്. ഒറ്റാൽ എന്ന് പറയുന്ന സിനിമയിലൂടെ, പകർനാട്ടം എന്ന് പറയുന്ന സിനിമയിലൂടെ, ഗുൽമാഹർ എന്ന് പറയുന്ന സിനിമയിലൂടെ, അങ്ങനെ ധാരാളം സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് വളരെ പരിചിതയായ ഒരു നടിയാണ് സബിത ജയരാജ്. വസ്ത്രാലങ്കാര രംഗത്താണ് തിളങ്ങുന്നതെങ്കിലും മാഡത്തിൻ്റെ ഇഷ്ടപ്പെട്ട മേഖല സിനിമയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് പകർനാട്ടം എന്ന സിനിമയിൽ മാഡത്തിൻ്റെ അഭിനയം. അതുപോലെ തന്നെ വാണിജ്യ സിനിമകളിലും വസ്ത്രാലങ്കാര രംഗത്ത് മാഡം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക്കൽ സിനിമകളിലും മാഡം വസ്ത്ര സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ മാഡത്തിൻ്റെ ഒരു ടേസ്റ്റ്, മാഡം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പീരിയോഡിക്കൽ സിനിമകളിലെ വസ്ത്രാലങ്കാരത്തിലാണ് എന്നും പിന്നീട് മാഡത്തെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും മെട്രോ ഫിലിം സൊസൈറ്റിക്കും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിനും വേണ്ടി നിങ്ങളെ ജയരാജ് സാറിനെയും ശ്രീ ഹരിശ്രീ അശോകനെയും ശ്രീമതി സബിത ജയരാജനെയും പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഈ മൂന്ന് പേരടങ്ങുന്ന ടീമിൻ്റെ, പക്ഷേ അതിൻ്റെ പുറകിൽ കുറേ ആളുകളുണ്ട്. എങ്കിൽ പോലും ഹാസ്യം എന്ന സിനിമ നമ്മൾ ഉടനെ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ആ ഹാസ്യം സിനിമയുമായി ബന്ധപ്പെട്ട 3 പേരെ നമുക്കിവിടെ ഇന്ന് വേദിയിൽ കിട്ടിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്രയും പ്രശസ്തരായിരുന്നിട്ടും അതുപോലെ തന്നെ വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ സന്നിഹിതനാവാൻ മനസ്സ് കാണിക്കുകയും കൃത്യം സമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്ത 3 പേരോടും ഞങ്ങളുടെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും പേരിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് വളരെ നന്ദി സർ. അധ്യക്ഷ ഭാഷണത്തിനായി ശ്രീ പി പ്രകാശ്, പ്രസിഡന്റ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ചങ്ങമ്പുഴ മഹോത്സവ വേദിയിൽ വെച്ചാണ് ഇടപ്പള്ളി ചലച്ചിത്രോത്സവം എന്ന പേരിൽ ഒരു ചലച്ചിത്രോത്സവം ചങ്ങമ്പുഴ പാർക്കിൽ നടത്തും എന്ന് ഞാൻ പറഞ്ഞത്. അന്ന് ഞങ്ങൾ ഈ കാര്യം കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ലൊരു കാര്യം നടത്തുന്നതിന് കമ്മിറ്റിയിൽ ആരും എതിർ നിൽക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. 3 മാസത്തിന് ശേഷം അത് യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇത് ആദ്യത്തെ ചലച്ചിത്രോത്സവം എന്ന നിലയിൽ ഇതിന് പല പരിമിതികളും ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. ആ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് അടുത്ത വർഷം ഇത് എല്ലാ വർഷവും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചങ്ങമ്പുഴ മഹോത്സവം അതുപോലെ തന്നെ ഒരു ആനുവൽ ഇവൻ്റ് ആയിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ചലച്ചിത്രോത്സവത്തിൻ്റെ ദൈർഘ്യം കൂട്ടുക, അടുത്ത തവണ 7 ദിവസം, പിന്നീട് അത് 10 ദിവസം, അങ്ങനെ നമുക്ക് നീട്ടി കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഈ പരിപാടിക്ക് എന്നെ അധ്യക്ഷനാക്കണം എന്ന് നിർദ്ദേശിച്ചത് ഞങ്ങളുടെ സെക്രട്ടറി രവികുമാറാണ്. രവി അത് നിർദ്ദേശിച്ചത് സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആൾ അധ്യക്ഷനാവണം എന്നുകൊണ്ടല്ല, ഇത് ഈ നീണ്ടുപോകുന്ന പ്രസംഗങ്ങൾക്ക് ഒരു കടിഞ്ഞാണിടണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നലെ ഇതുമാതിരി ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് പരിപാടി മീറ്റിംഗ് അവസാനിപ്പിക്കണം എന്ന് അവരോട് പറഞ്ഞിരുന്നു. അവർ 59-ാമത്തെ മിനിറ്റിൽ നന്ദി പ്രകടനത്തോടുകൂടി
ആ പരിപാടി അവസാനിച്ചു. കാരണം അതിനുശേഷം മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ശ്രീ ജയരാജനും ഹരിശ്രീ അശോകനും സബിത ഇതൊക്കെ നമ്മുടെ അതിഥികളാണ്. അവർക്കറിയാമോ എന്നറിഞ്ഞുകൂടാ, ഞങ്ങളിവിടെ 365 ദിവസവും പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയുമല്ല, ഒരു ദിവസം തന്നെ 3-4 പരിപാടികൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയപരിധി ഞങ്ങൾ വച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. നീണ്ട പ്രസംഗങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ അതിഥികളെ ഉദ്ദേശിച്ചല്ല, അതിഥികൾക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ജയരാജനോട് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം, അദ്ദേഹം ഇപ്പോൾ ദേശാടനവും അത്തരം സിനിമകൾ, ഇപ്പം നവരസ സിനിമകളും ഒക്കെ എടുത്തതുകൊണ്ടല്ല, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ അദ്ദേഹം സിനിമയാക്കി എന്നുള്ളതുകൊണ്ടാണ്. ആ വെള്ളപ്പൊക്കത്തിൽ ഞാൻ മെട്രോ ഫിലിം സൊസൈറ്റിക്കാരുടെ അഭ്യർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ അടുത്ത മാസം ആ ചിത്രം നമ്മുടെ ഇവിടുത്തെ സിനിമ ആസ്വാദകർക്ക് വേണ്ടി പ്രദർശിപ്പിക്കണം. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഹരിശ്രീ അശോകൻ, എനിക്ക് ഹരിശ്രീ അശോകൻ എന്ന പേര് കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് കണ്ണടയും താടിയും വച്ച ശ്രീകൃഷ്ണൻ്റെ രൂപമാണ്. അതാണ് ഹരിശ്രീ അശോകൻ്റെ എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു രൂപം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചലച്ചിത്രോത്സവം വളരെ വിജയകരമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ മുഖ്യ സംഘാടകർ എന്ന് പറയുന്നത് മെട്രോ ഫിലിം സൊസൈറ്റി തന്നെയാണ്. ഇവിടെ ഈ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ഈ പ്രഭാഷണങ്ങൾ, ചർച്ചകൾ, അതിൻ്റെ കാര്യത്തിലൊന്നും ചങ്ങാമ്പുഴ സാംസ്കാരിക കേന്ദ്രം കൈകടത്തിയിട്ടില്ല. ഇവരിത് ഭംഗിയായിട്ട് നിർവഹിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പോലും ആരെയൊക്കെ ക്ഷണിക്കണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഒക്കെ അവർ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റിൽ ഒരു കൂടുതലും അവർക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചലച്ചിത്രോത്സവത്തിന് ഞാൻ ആശംസ നേരുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇതിനു വേണ്ടി വന്നിരിക്കുന്ന എല്ലാവർക്കും, വേദിയിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും ഒക്കെ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രകാശ് ഉദ്ദേശിച്ച 5 ദിവസത്തെ, 7 ദിവസത്തെ, 10 ദിവസത്തെ ഒക്കെ ചലച്ചിത്ര ഉത്സവങ്ങൾക്ക് മെട്രോ ഫിലിം സൊസൈറ്റി എന്നും സന്നദ്ധമാണ്, എന്നും സഹകരിക്കുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ പരിപാടി ഇത് മുഴുവൻ മെട്രോ ഫിലിം സൊസൈറ്റിയാണ് ചെയ്തത് എന്ന് പറയുന്നതിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. ഇതിലെല്ലാവരും ഭാഗഭാക്കാണ്. പക്ഷേ സിനിമയുടെ കാര്യം ആയതുകൊണ്ട് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ മെമ്പേഴ്സ് പ്രധാന റോൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചലച്ചിത്രോത്സവം വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണ്. അഥവാ അതിലെന്തെങ്കിലും പോരായ്മ സംഭവിച്ചു എങ്കിൽ അത് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ മാത്രമാണ് എന്നുകൂടെ ഞങ്ങൾ നെഞ്ചോട് ചേർത്തി പറയുന്നു. പ്ലീസ്. ഫെസ്റ്റിവൽ വിവരണത്തിന് വേണ്ടി ചെറുതായിട്ട് എന്തൊക്കെയാണ് ഇനി ഈ വരും 5 ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്, കാഴ്ചയ്ക്ക് ഉള്ളത്, പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഒരു ചെറിയ വിവരണം ശ്രീമതി KV ലത, ഞങ്ങളുടെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, അവർ വിവരിക്കുന്നതായിരിക്കും. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ വിനീത നമസ്കാരം. സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന മെട്രോ ഫിലിം സൊസൈറ്റി അംഗങ്ങൾ, മറ്റ് സിനിമാ പ്രേമികൾ എല്ലാവർക്കും സ്നേഹവന്ദനം. അധ്യക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഫെസ്റ്റിവൽ ബുക്ക് അടിക്കാറുണ്ട്. പക്ഷേ ഫിലിം സൊസൈറ്റിയുടെ പരിമിതമായ ഫണ്ട്, അതിൻ്റെ ഒരു നില വെച്ച് നമുക്കതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന ഫെസ്റ്റിവലുകളിൽ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് സാധ്യമാക്കാമെന്ന് തോന്നുന്നു. കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ 5 ദിവസം, അതായത് മാർച്ച് 11 മുതൽ 15 വരെ ഇവിടെ സംഘടിപ്പിക്കുന്ന ഇടപ്പള്ളി ചലച്ചിത്രോത്സവം 2025 കുറിച്ചുള്ള ചെറിയൊരു മുഖവുരയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ
ശ്രീ ജയരാജ് സംവിധാനം ചെയ്ത ഹാസ്യം പ്രദർശിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെയും ഇതിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീ ഹരിശ്രീ അശോകൻ, ശ്രീമതി സബിത ജയരാജ് എന്നിവരുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു വേദിയാണ് ഇത്. ഒരു വാക്ക് ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ ആ കഥയെക്കുറിച്ച് ഞാൻ പറയാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും പ്രകാശ് സാർ അത് പറഞ്ഞു. അതിൽ വെള്ളപ്പൊക്കത്തിൽ അവസാനം എനിക്ക് തോന്നുന്നു ആ നായ വെള്ളപ്പൊക്കത്തിൽ ആ ഷോട്ട് നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു ഷോട്ടാണ്. തീർച്ചയായും അതിവിടെ പ്രദർശിപ്പിക്കാൻ സാർ അനുമതി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒറ്റാൽ എന്നുള്ള മനോഹരമായ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം എന്നുള്ളത് കൂടി ഒരു അഭ്യർത്ഥനയാണ്. 2-ാം ദിവസം, അതായത് മാർച്ച് 12-ാം തീയതി 3 ഡോക്യുമെൻ്ററികളാണ് പ്രദർശിപ്പിക്കുന്നത്. നമുക്കറിയാം, ഡോക്യുമെൻ്ററികൾ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിത പരിസരങ്ങളെ നേരിട്ട്, അതിൽ ഫിക്ഷൻ്റെ അംശം വളരെ കുറവായിരിക്കും. അപ്പോൾ അത് നമ്മളിൽ നേരിട്ട് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള സിനിമ ഒരു തരമാണ്. അതിൻ്റെ തലം വേറെയാണ്. ഡോക്യുമെൻ്ററി സിനിമാ രംഗത്ത് വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ അജിത് കുമാർ, അദ്ദേഹത്തിൻ്റെ ജലമുദ്ര, ശ്രീ രാജേഷ് ജെയിംസിൻ്റെ സ്ലേവ്സ് ഓഫ് ദ എംപയർ, ശ്രീ രാംദാസ് കടവല്ലൂരിൻ്റെ 21 ഡേയ്സ്, ഈ ഡോക്യുമെൻ്ററികളാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ഇതിൽ രാജേഷ് ജെയിംസിൻ്റെ കഴിഞ്ഞ വർഷം വനിതാ ദിനത്തിൽ നമ്മളിവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി നിറഞ്ഞ വേദികളിൽ. അതുപോലെ രാംദാസ് കടവല്ലൂരിൻ്റെയും ഇതിനു മുമ്പുള്ള ഡോക്യുമെൻ്ററികൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അവരൊക്കെ സിനിമകൾ പിടിക്കുന്നതെന്നും അവരുടെ ഒരു പ്രതിബദ്ധത എന്താണ് എന്നുള്ളതും വ്യക്തമാവും. നാളത്തെ 12-ാം തീയതിയിലത്തെ ഡോക്യുമെൻ്ററികൾ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാവും. പ്രദർശനത്തിന് മുമ്പായിട്ട് ഡോക്യുമെൻ്ററി സിനിമ വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ഇവർ പങ്കെടുക്കുന്ന സംവാദവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 3-ാം ദിവസം 13 മാർച്ച് വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ചർച്ച സിനിമ ആസ്വാദന ശീലങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ സിനിമകളെക്കുറിച്ചുള്ള വളരെ സജീവമായ ചർച്ചകൾ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ അക്രമം, അല്ലെങ്കിൽ അക്രമം എത്രമാത്രമാവാം, അക്രമം എങ്ങനെ കാണിക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അക്രമം, വാർ സിനിമകളൊക്കെ ഒന്ന് കാണുമ്പോൾ അതിൽ അക്രമമുണ്ട്. പക്ഷെ അതിലെ അക്രമം എങ്ങനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അക്രമത്തിനെതിരെ ആ സിനിമകൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിനെയൊക്കെ പ്രസക്തമാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനായിട്ട് പ്രശസ്ത സംവിധായിക ശ്രീമതി മിനി IG, ശ്രീ സുധി അന്ന, രണ്ടുപേരും സംവിധായകരാണ്. അതുപോലെ ശ്രീമതി ആശ ആച്ചി ജോസഫ്, ഡോക്യുമെൻ്ററി എടുത്തിട്ടുള്ള മാഡം, ഇവർ ഈ ചർച്ച നയിക്കുന്നതാണ്. നാട്ടിലും വിദേശത്തുമുള്ള അനേകം ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുള്ള 2 സിനിമകളാണ് അതിനുശേഷം പ്രദർശിപ്പിക്കുന്നത്. മുഹമ്മദ് സാദിഖിൻ്റെ ദ സ്റ്റിയറിംഗ്, മാമുക്കോയ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. അതുപോലെ ഡോക്ടർ ബിജുവിനെയും എല്ലാവരും അറിയും. സമാന്തര സിനിമകൾക്ക് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ ബിജുവിൻ്റെ ദ പോർട്രേറ്റ് എന്ന ആന്തോളജി ഫിലിം, ഈ 2 സിനിമകളാണ് അന്ന് പ്രദർശിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച, അതായത് മാർച്ച് 14-ന് 4-ാം ദിവസം ആധുനിക സാങ്കേതിക വിദ്യയായ AI-യും സിനിമയും എന്ന വിഷയത്തെ മുൻനിർത്തി മുൻ ആകാശവാണി ഡയറക്ടർ ശ്രീ D പ്രദീപ് കുമാർ, ഫിലിം എഡിറ്ററായ ശ്രീ ശ്രീകുമാർ നായർ എന്നിവർ സംസാരിക്കും. ചർച്ചയ്ക്ക് ശേഷം സമാന്തര സിനിമയുടെ ശക്തനായ വക്താവായ ശ്രീ പ്രതാപ് ജോസഫ് സംവിധാനം ചെയ്ത മാവോയിസ്റ്റ്, പ്രതാപിൻ്റെ മിക്കവാറും സിനിമകൾ മെട്രോ ഫിലിം സൊസൈറ്റി തിയേറ്ററുകളിലും അല്ലാതെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ക്രിസ്റ്റൻ ജോസഫ് സംവിധാനം ചെയ്ത മെനു എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതാണ്. ഫെസ്റ്റിവലിൻ്റെ സമാപന ദിവസമായ 15-ന് വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള സിനിമാ പ്രദർശനമായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. മെട്രോയുടെ തന്നെ അംഗമായ സായി കൃഷ്ണ അവർ സംവിധാനം ചെയ്ത സിനിമയാണ് സീ ഓഫ് ലവ്. അത് നേരത്തെ പ്രിവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
അവർ നയിക്കുന്ന ഒരു ചർച്ചയുണ്ട്. സിനിമയ്ക്കകത്തും സിനിമാ സാങ്കേതിക മേഖലയിലുമുള്ള സ്ത്രീകൾ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ജയരാജ് സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് 4 സിനിമകളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നതാണ്. പിന്നെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. രാഹുൽ റിജി നായർ സംവിധാനം ചെയ്ത കള്ളനോട്ടം എന്ന സിനിമ പ്രദർശിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ഒറ്റമുറി വെളിച്ചം കണ്ടിട്ടുള്ളവർക്കറിയാം ആ സിനിമ എത്ര ശക്തമായിട്ടാണ് നമ്മളോട് സംവദിക്കുന്നതെന്ന്. ഇത്തരത്തിൽ 6 സിനിമകളും 3 ഡോക്യുമെൻ്ററികളുമാണ് നമ്മൾ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ, സെക്രട്ടറി പറഞ്ഞതുപോലെ, കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും നല്ല സിനിമകളെ കാണികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്ഷീണം 2008 മുതൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മളത് ഫ്രീ ആയിട്ടാണ്, തിയേറ്ററിൽ മാത്രമാണ്. നമുക്ക് പൈസ കൊടുത്ത് എല്ലാ മാസവും ചെയ്യാൻ പറ്റാറില്ല. സംഗീതയിൽ നമ്മൾ സിനിമ വെക്കുന്നുണ്ട്. അതുപോലെ വനിതാ വിനീതയിൽ പലപ്പോഴും പുതിയ ആളുകളുടെ സിനിമകൾ വരുമ്പോൾ അതിന് ആളുകളെ എത്തിക്കുന്ന തരത്തിൽ നമ്മളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അപേക്ഷിക്കാനുള്ളത്, മെമ്പർഷിപ്പ് പുതുക്കുക, ഈ സൊസൈറ്റിയെ നിലനിർത്താനായിട്ട് സഹായിക്കുക. അതുപോലെ പുതിയ അംഗങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങൾ ഇതിന് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. എല്ലാവരും ഒരു 50 വയസ്സിന് മേലെയുള്ള പ്രായമുള്ളവരാണ്. അതുകൊണ്ട് പ്രവർത്തനക്ഷമതയിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടാവും. അതുകൊണ്ട് പുതിയ അംഗങ്ങൾ, യുവജനങ്ങൾ ഈ സൊസൈറ്റിയുടെ ഭാഗമായി വരാൻ തയ്യാറാവണം എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. അതുപോലെ എല്ലാവരും ഈ 5 ദിവസവും സിനിമകൾ കാണാൻ വരികയും അത് ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കണമെന്നും ഉള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, പരിപാടിയുടെ പ്രധാന ഇനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇടപ്പള്ളി ചലച്ചിത്രോത്സവം 2025 ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രശസ്ത സംവിധായകൻ, നമ്മുടെയൊക്കെ ഒരു അഹങ്കാരം എന്ന് പറയാവുന്ന ശ്രീ ജയരാജ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ പി പ്രകാശ്, എൻ്റെ സുഹൃത്തും സഹപ്രവർത്തനുമായ ഹരീഷ് അശോകൻ, എൻ്റെ സഹധർമ്മിണി സബിത, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആരാധ്യരായ പ്രവർത്തകരെ, അതുപോലെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ഭാരവാഹികളെ, ഗുരുതുല്യരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ടി ആർ ജോർജ് അദ്ദേഹം സെക്രട്ടറി മെട്രോ ഫിലിം സൊസൈറ്റി ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സ്വാഗത പ്രസംഗത്തിൽ ഇത്രയും ഹൃദ്യമായ അർത്ഥവത്തായ ഒരു സ്വാഗത പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു തുമ്പിയുടെ ക്ഷണം, അതിന് ഞാനൊരു തുമ്പിയുടെ ഏറ്റവും ചെറുതായ നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രതിബിംബമായ സൗന്ദര്യമായ ഒരു തുമ്പിയുടെ ക്ഷണമായിട്ട് മാത്രം കാണുന്നില്ല. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ ഏതോ ഒരു ശക്തിയുടെ സാമീപ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അന്ന് ശാന്തം സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ, ആ തിരക്കഥ എഴുതുമ്പോഴും ചിത്രീകരിക്കുമ്പോഴും ഒന്നും മനസ്സിലില്ലാത്ത ഒരു രംഗം ആ നിമിഷം നമുക്ക് പ്രകൃതി തരികയാണ്. അതായിരുന്നു ആ തുമ്പി. അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. വാളുകൾക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന കൈകൾ, ആ സ്ത്രീകളുടെ കൈകൾ, കൈവിരലുകൾ, അവിടെ ഫ്രീസ് ചെയ്യുന്നു ശാന്തമെന്ന സിനിമ. പക്ഷേ അത് ഷൂട്ട് ചെയ്തുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാളിൻ്റെ മേലെ ഒരു തുമ്പി വന്നിരുന്നപ്പോൾ, രവിവർമ്മനാണ് ക്യാമറ, ഇന്നത്തെ ഏറ്റവും പ്രശസ്തനായ ഛായാഗ്രാഹകൻ രവിവർമ്മനാണ് ക്യാമറ. ഞാൻ പറഞ്ഞു, രവി അത് ഷോട്ട് എടുക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനുവേണ്ടി നിന്ന് തരികയാണ്. അത് എന്നെ മാത്രമല്ല
ഒരുപക്ഷെ ഞാൻ ആ സിനിമ കൊണ്ട് പോയിട്ടുള്ള വിദേശ ഫെസ്റ്റിവലിൽ മുഴുവൻ അന്നത്തെ അവിടെ പങ്കെടുത്തവർ മുഴുവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എങ്ങനെ ആ സീൻ നിങ്ങൾ കൺസീവ് ചെയ്തു, എങ്ങനെ ചിത്രീകരിച്ചു? അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, അത് ദൈവ സാന്നിധ്യമാണ്. നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ പറയാം. എൻ്റെ ഈ സിനിമകളെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് സിനിമകളെക്കുറിച്ച്, വൈവിധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, വെർസറ്റാലിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ സംഭവിച്ചതാണ്. ഞാൻ കരുതിക്കൂട്ടി ചെയ്ത ഒരു സിനിമ പോലുമില്ല. എല്ലാം വന്നു ഭവിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സിനിമ ചെയ്ത് പരാജയപ്പെട്ട് കഴിഞ്ഞ് ഇനി സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലോ അല്ലെങ്കിൽ ആ ദുർവിധിയിൽ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ എങ്ങനെങ്കിലും ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കണ്ടുമുട്ടലുകളും വ്യതിയാനങ്ങളും അത് സിനിമയിൽ വലിയ അത്ഭുതങ്ങളായി മാറിയതാവാം ഒരുപക്ഷെ. ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, എനിക്ക് ചെയ്യാൻ കഴിയുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ആദ്യ സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സിനിമ ചെയ്യണം എന്നാണ് എൻ്റെ എപ്പോഴും ചിന്ത. ഇതൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ സിനിമ ജീവിതത്തിൽ ഞാൻ ചെയ്ത സിനിമകളുടെ ഇടയിൽ സംഭവിച്ചു പോയ ചില യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ്. ഒറ്റാലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒറ്റാൽ ചിത്രീകരിക്കുന്നതിന് മുൻപ് ഞാനൊരു തീരുമാനമെടുത്ത്, ഈ സിനിമയിൽ ആരാണോ അഭിനയിക്കേണ്ടത് അദ്ദേഹം എൻ്റെ മുന്നിലേക്ക് വരും. ഞാൻ അതിൻ്റെ 2 ദിവസമുള്ളൂ ഷൂട്ട് ചെയ്യാൻ. അതിൻ്റെ ലൊക്കേഷൻ നോക്കി പോകുന്ന സമയത്ത് അങ്ങനെ തന്നെ സംഭവിച്ചു. വാസവൻ ചേട്ടൻ, കുമരകം വാസവൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. അതുപോലെ അതിനപ്പുറം ഒരു കാസ്റ്റിംഗ് ഇല്ല. എത്രയോ പേര് എന്നോട് ചോദിച്ചു, എത്ര മനോഹരമായ കാസ്റ്റിംഗ് ആണത്. അത് പ്രകൃതിയുടെ ഒരു നിയോഗമാണ്. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് പൂർവ്വം എല്ലാം ശക്തമായ ലോകത്തിലുള്ള സർവ്വചരാചങ്ങളും അത് ശക്തമായി മാറുവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് പുതിയ സിനിമാ സംവിധായകരോ സംവിധാനമോഹികളായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരോട് ഞാൻ പറയാറുണ്ട്, കുട്ടികളോട് പറയാറുണ്ട്, സാർ ഞങ്ങൾക്ക് പ്രൊഡ്യൂസറില്ല, കഥയുണ്ട് എന്ന് പറയുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക, നിങ്ങൾ ആദ്യ ചുവട് വയ്ക്കൂ, തന്നെ സംഭവിക്കും. അതാണ് എൻ്റെ ഈ സിനിമാ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം. അതുതന്നെയാണ് സെക്രട്ടറി പറഞ്ഞ അദൃശ്യമായ സാന്നിധ്യം തുമ്പി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ സ്വാഗതം പ്രിയപ്പെട്ടതായി മാറുന്നത്. ഈ നവരസങ്ങൾ എന്നുള്ള സങ്കല്പം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരു മഴയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മഴയുടെ നവരസങ്ങൾ എന്നുള്ള രീതിയിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഒരു സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴാണ് ഒരു മഴയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒതുങ്ങുന്നതല്ല മഴയുടെ എക്സ്പ്രഷൻസ്. ഓരോ ജീവിതത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും മഴയുടെ സാന്നിധ്യത്തിൽ അത് കൂടുതൽ അർത്ഥവത്തായി തോന്നുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അത് ശൃംഗാരത്തിൻ്റെ എക്സ്പ്രഷനിലാണെങ്കിൽ, ശൃംഗാരത്തിൻ്റെ രസത്തിലാണെങ്കിൽ, ആ മഴയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കൂടുതൽ അർത്ഥവത്തായി തോന്നുന്നു. ഒരു മരണരംഗമാണെങ്കിൽ അവിടെ കരുണരസത്തോടു കൂടി മഴ പെയ്യുന്നത് തോന്നും. 2 യുദ്ധങ്ങൾക്കിടയിലുള്ള ശാന്തതയാണ് വിഷയമെങ്കിൽ അവിടെ മഴ പെയ്തു മാറിയ അന്തരീക്ഷത്തിന് വല്ലാത്ത വീർപ്പുമുട്ടുന്ന, വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിൻ്റെ, യുദ്ധത്തിൻ്റെ തോന്നലുകൾ ഉളവാക്കാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് സമൂഹത്തിലെ പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചലനങ്ങൾ സിനിമകളായി, സമൂഹത്തിൻ്റെ നവരസങ്ങളായി മാറുന്ന സിനിമകൾ ചെയ്യാം എന്ന് വിചാരിച്ചു. ആദ്യമായി കരുണം, അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തെക്കുറിച്ച് 2000-ൽ ചെയ്ത സിനിമയാണ് കരുണം. അന്ന് ആ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് അവർ ചോദിച്ചു, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ? അവിടെയുള്ള മലയാളി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ഒരിക്കലും കേരളത്തിൽ സംഭവിക്കില്ല, വൃദ്ധസദനങ്ങളൊന്നും ഉണ്ടാവില്ല, ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം നിങ്ങൾ പറയുന്നത്. 2025 ആയപ്പോൾ നമ്മൾ ഓർത്തു നോക്കൂ, കണ്ടു നോക്കൂ, ഇന്ന് വൃദ്ധസദനങ്ങൾ പെരുകുകയാണ്, നമ്മളുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരികയാണ്. അതുകൊണ്ട് കരുണത്തിന് ഒരുപാട് പ്രാധാന്യം എനിക്ക് തോന്നി. പിന്നീട് സമൂഹത്തിൻ്റെ നവരസമായി മാറി. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ പരസ്പരം വെട്ടിമരിക്കുന്ന മക്കളുടെ കഥയാണ്, അവിടെ വേദനിക്കുന്ന അമ്മമാരുടെയും ഭാര്യയുടെയും കഥയാണ് ശാന്തത്തിലൂടെ പറഞ്ഞത്. ഓരോ കാലത്തും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു ശാന്തം കണ്ടിട്ട് ഒരാൾ പോലും രാഷ്ട്രീയ വൈരം നിർത്തിയിട്ടില്ല, പരസ്പരം വെട്ടിക്കൊല്ലൽ നിർത്തിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. സിനിമ ഇന്ന്
ഏറ്റവും വലിയ ഉപാധിയാണ്, കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഉപാധിയാണെന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ്, 2000 ചെയ്ത ശാന്തം അത് കണ്ടിട്ട് ആരുടെയെങ്കിലും മനസ്സ് മാറിയോ? അതുപോലെ ദേശാടനം കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരാൾ സന്യാസിയായി മാറിയോ? ഇതൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. സിനിമ എന്നും നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, എക്സ്പ്രഷനാണ്. നമ്മളുടെ ഏറ്റവും വലിയ മനസ്സിൽ, ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിലെ ഫംഗ്ഷന് പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വാൽമീകിക്ക് മുൻപ് ഭരതമുനി എഴുതിയതാണ് നാട്യശാസ്ത്രം. നാട്യശാസ്ത്രം മുഴുവൻ കലകളാണ്. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള അഭിരുചികളെ, നമ്മളുടെ ജീവിതത്തിലെ സങ്കീർണമായ അവസ്ഥകളിൽ നമ്മൾക്ക് പുറത്തേക്ക് വരുവാൻ, അല്പം ആശ്വാസം കിട്ടുവാൻ, ജീവിതത്തിൻ്റെ മുഴുവൻ രസങ്ങളെ പ്രാവർത്തികമാക്കി കാണുന്ന കലകളിലൂടെ വളരെ സുന്ദരമായ ഒരു ലോകം നമ്മളുടെ മനസ്സിലുണ്ടാകുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് സിനിമയും. അതുകൊണ്ട് സിനിമ സുന്ദരമായ ആസ്വാദന രീതിയാണ്. അതിൽ അനുകരണങ്ങൾ ഉണ്ടായേക്കാം ഒരുപക്ഷെ, പക്ഷെ ഒരിക്കലും അത് പ്രചോദനങ്ങളല്ല. പ്രചോദനം മറ്റെന്തെങ്കിലും ആവാം, അത് രാഷ്ട്രീയ പ്രേരിതമാവാം, ഒരു കുട്ടി വളർന്നു വന്ന സമൂഹത്തിലെ അവൻ്റെ വീടിൻ്റെ അന്തരീക്ഷമാവാം, അവനെ സമൂഹം മാറ്റിമറിച്ചതാവാം. പക്ഷേ ഒരിക്കലും സിനിമ അതിനുവേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നില്ല. ഒരു കൊലക്കുറ്റം ചെയ്യുമ്പോൾ പ്രേരിപ്പിക്കുന്നവനാണ് ശിക്ഷ, അല്ലേ? കൊല ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ പ്രേരിപ്പിക്കുന്നവനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും സിനിമ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നവരസങ്ങൾ പല പല സിനിമകളായി മാറിയപ്പോൾ ഒരെണ്ണം ചെയ്യാൻ ബാക്കിയുണ്ട്, ശൃംഗാരം. ഏറ്റവും എളുപ്പമാണ് എന്ന് ഞാൻ വിചാരിച്ചത് ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ശൃംഗാരം മനസ്സിൽ, ജീവിതത്തിൽ ശൃംഗാരരസം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ജീവിതം സുന്ദരമാകുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കുറവെൻ്റെ മനസ്സിലുണ്ടാവാം, അതുകൊണ്ടാവാം ശൃംഗാരം ഇനിയും വരാൻ വൈകുന്നത്. ഞാൻ ഹരിശ്രീ അശോകൻ എന്ന നടനെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണാറുണ്ട്. എൻ്റെ തിളക്കത്തിലും മിലേനിയം സ്റ്റാർസിലും ഹാസ്യത്തിൽ അദ്ദേഹം നായകനായും അഭിനയിക്കുന്നതിന് എത്രയോ മുൻപ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നായകനാക്കി ഞാനൊരു സിനിമ ചെയ്യും. കാരണം മലയാളത്തിൻ്റെ മുഖമാണ് അദ്ദേഹം. നമ്മൾ കാണുന്ന, നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് സാധാരണ മനുഷ്യൻ്റെ മുഖമാണ് ഹരിശ്രീ അശോകൻ. ഒരു മാറ്റവും ഇല്ല. അതുതന്നെയാണ് സത്യം, ഒരു യാഥാർത്ഥ്യമാണ്. ഹരിശ്രീ അശോകൻ അങ്ങനെ നോക്കുമ്പോൾ യാഥാർത്ഥ്യമാണ്, റിയലിസ്റ്റിക് ആക്ടർ. അതുകൊണ്ട് വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഹരിശ്രീ അശോകൻ, ഞാനിപ്പോൾ ചെവി പറയുകയായിരുന്നു, നിങ്ങളുടെ അഭിനയ ജീവിതം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളല്ല. കാരണം പുതിയ തലമുറ മുഴുവൻ ചെയ്യുന്ന സിനിമകളിൽ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നുള്ളൂ കൂടുതൽ കഥാപാത്രങ്ങൾ. സബിത, ഇന്ന് ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്ന, എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിനേക്കാൾ കൂടുതൽ ഇന്ന് എൻ്റെ കൂടെ സബിതയും ഉണ്ടെന്നുള്ളതാണ്. കാരണം ഒരു വീട്ടിൽ അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടവളല്ല സ്ത്രീ എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. പലപ്പോഴും ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഓരോ നിമിഷവും പ്രചോദനങ്ങളിലുള്ള സബിതയെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് കോസ്റ്റ്യൂം ഡിസൈനർ ആവാൻ വേണ്ടി നിഫ്റ്റ് പഠിക്കാൻ പോയതും, പിന്നീട് എനിക്ക് സിനിമ അഭിനയമാണ് താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ ബോംബെയിൽ ബാരി ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ട് പഠിപ്പിച്ച് സിനിമയിലേക്ക് വന്നതും, വീണ്ടും ഇൻഡിപെൻഡൻ്റ് ആവൂ എന്ന് ഞാൻ എല്ലാ സപ്പോർട്ടോടും കൂടി പറയുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും കഴിവുള്ളവരാണ്. അവർ ഒരു ജസ്റ്റ് ഒരു മാർജിൻ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നാൽ അവർ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സിനിമാ മേഖലയിലും ഇപ്പോൾ സായി കൃഷ്ണയുടെ കാര്യം പറഞ്ഞു. സായി കൃഷ്ണ വളരെ കഴിവുള്ളൊരു യുവ സംവിധായികയാണ്, വളരെ കഴിവുള്ള കുട്ടിയാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, തിരക്കഥാകൃത്തായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സായി കൃഷ്ണൻ്റെ സിനിമ ഞാൻ കണ്ടു. വളരെ മനോഹരമായ ഒരു അറ്റംപ്റ്റാണ്. വളരെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തോട് വളരെ സങ്കീർണമായൊരു വിഷയത്തോട് തുറന്നു പറയുന്ന ഒരു സിനിമയാണ്. അത് തീർച്ചയായും നിങ്ങൾ കാണണം. ഇന്ന് ഇവിടെ ഈ ഒരു മഹോത്സവം, ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൽ നിൽക്കുമ്പോൾ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. രമണം എന്ന സിനിമ, ചങ്ങമ്പുഴയുടെ ജീവിതം സിനിമയാകുന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഇന്നും ഞാനത് ആഗ്രഹിക്കുന്നു. ബൽറാം, യശശരീരനായ എൻ്റെ കളിയാട്ടത്തിൻ്റെ രചയിതാവ്, തിരക്കഥാകൃത്ത് ബൽറാം, മട്ടന്നൂർ ബൽറാം, അദ്ദേഹം തിരക്കഥ എഴുതി പൂർത്തിയാക്കി വച്ചിട്ടുണ്ട്. എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു തുമ്പി സഹായിച്ചാൽ, നമ്മുടെ ചുറ്റും കാണുന്ന അദൃശ്യമായ ശക്തി സഹായിച്ചാൽ ഞാനത് സിനിമയാക്കും, ഇവിടെ പ്രദർശിപ്പിക്കും. നന്ദി, നമസ്കാരം. ഈ
എടപ്പള്ളി ചലച്ചിത്രോത്സവം പൂർവാധികം ശക്തിയോടുകൂടി 1, 2, 3, 10 കഴിഞ്ഞൊരു വലിയ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക വേദിയായി മാറിയിട്ടുണ്ട്. എങ്കിൽ കൂടെ ഇവിടെ സാഹിത്യവും സിനിമയും കൂടിച്ചേരുകയാണ്. എടപ്പള്ളിയും ചങ്ങമ്പുഴയും സിനിമയും കൂടിച്ചേരുകയാണ്. അവിടെ ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലും ഒരു കാലത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം ഞാൻ കാണുന്നുണ്ട്. നിങ്ങളാണ് ഇനി ബാക്കിയുള്ളൂ. സാംസ്കാരിക മേഖലകളിൽ ഈ മലയാളത്തെ കൂട്ടുപിടിക്കുവാൻ നിങ്ങൾ ബാക്കിയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രേക്ഷകരെ, നിങ്ങൾ ഒരുപക്ഷെ ഈ ഹാസ്യഭാവം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതൊരു കറുത്ത ഹാസ്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ മൃതശരീരങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഒരു സാധാരണ ജപ്പാൻ്റെ കഥയാണ്. ജപ്പാന് ശരിക്കും പേരുണ്ട്, പക്ഷേ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും. അവൻ ആളൊരു ജപ്പാനാണ് എന്ന് പറയും. ജപ്പാൻ എന്നല്ലാതെ മറ്റൊരു പേര് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ജപ്പാൻ്റെ കഥ, മൃതശരീരം വിറ്റ് ഉപജീവനം കഴിക്കുന്ന ജപ്പാൻ്റെ കഥ നിങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ ഹാസ്യം നിങ്ങൾ ഉൾക്കൊള്ളും എന്ന വിശ്വാസത്തോടു കൂടി ഈ എടപ്പള്ളി ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ആത്മാർത്ഥതയോടെയുള്ള, ഹൃദയത്തിൽ തട്ടിയ വാക്കുകൾക്ക് ശ്രീ ജയരാജിനോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സർ. ഇനി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട താരം, ഹാസ്യതാരം എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇപ്പോൾ ജയരാജ് പറഞ്ഞത് മാതിരി നമ്മളിൽ ഒരാളായി ഉയർന്നു വന്ന ശ്രീ ഹരിശ്രീ അശോകൻ എന്ന മഹത് വ്യക്തിയെ, പ്രശസ്ത താരത്തെ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രയും ചേർന്ന് ഒരു ചെറിയ തരത്തിൽ ഒരു ആദരം നൽകുകയാണ്. ആദരം സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ ഹരിശ്രീ അശോകൻ അവർകളെയും അതിൻ്റെ ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി, ആ ഫലകം നൽകുന്നതിന് വേണ്ടി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ശ്രീ പ്രകാശിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദര സ്വീകരണത്തിന് ശേഷം ശ്രീ ഹരിശ്രീ അശോകൻ 2 വാക്ക്. വേദിയിലിരിക്കുന്ന പ്രശസ്ത സംവിധായകനും എല്ലാമായ ജയേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളെ, മറ്റു ഗുരുജനങ്ങളെ, എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം അഭിനയിക്കാൻ പഠിച്ചത് തന്നെ പഠിച്ചിട്ടില്ല, തുടങ്ങുന്നത് തന്നെ വിശപ്പിൽ നിന്നാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വളരെ സന്തുഷ്ട കുടുംബമാണ്. അച്ഛനും അമ്മയും 9 മക്കളും. അങ്ങനെ ഞങ്ങൾ 11 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ജീവിതം തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒന്ന് പട്ടിണിയും ഒന്ന് കഷ്ടപ്പാടും. അങ്ങനെ കുറേ കാലം പഠിച്ചു. ഭക്ഷണമില്ല, ഒരു മുറി, ആ മുറിയിൽ 9 മക്കളും നിരന്ന് കിടക്കും. ഒരു ചെറിയ കട്ടിൽ അച്ഛനും അമ്മയും കിടക്കും. ചെറിയ അടുക്കളയുണ്ട്. അടുക്കളയുണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എത്ര ബുദ്ധിമുട്ടും വേദന ഉണ്ടായാലും അതിൻ്റെ അകത്ത് നമ്മളൊരു സുഖം കണ്ടെത്തും എന്ന് ഞാൻ പഞ്ചാബി ഹൗസിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്കത് പറയാൻ കിട്ടിയത്. കാരണം അപ്പോഴും ഞാൻ അതിലൊരു തമാശ കണ്ടെത്തും. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എത്ര വേദനയുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു തമാശ ഉണ്ടാകും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോഴും ഉണ്ടത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ജയേട്ടൻ എന്നെ വിളിച്ചിട്ട്, മില്ലേനിയം സ്റ്റാഴ്സാണ് ഞാൻ ആദ്യം ചെയ്യുന്ന ചിത്രം. അതൊരു കമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ തുടങ്ങി എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജയേട്ടനോട്, ഈ ജയേട്ടൻ്റെ സംവിധാനത്തിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യണമെന്ന്. അന്ന് തുടങ്ങി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അന്ന് തുടങ്ങിയല്ല, അതിന് മുമ്പ് തുടങ്ങി എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോൾ എനിക്ക് പറയണമെന്ന് ഭയങ്കര. അപ്പോൾ ഞാനത് മനോജിനോട് പറഞ്ഞു,
നമ്മൾ ബിജു മേനോനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ജയേട്ടനാ അസിസ്റ്റ് ചെയ്യണം തന്നെ. അപ്പം നീ ഇപ്പം അസിസ്റ്റ് ചെയ്യുന്നു വേണ്ട, നീ ഇപ്പം അഭിനയിക്ക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ അന്ന് തുടങ്ങിയ ജയേട്ടൻ അസിസ്റ്റ് ചെയ്തേനെ. അന്ന് ആ കാലഘട്ടം തുടങ്ങിയ ജയേട്ടൻ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ഈശ്വരനാണ്. ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. അതിനുശേഷം അന്നും ഈ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ജയേട്ടൻ പറയും വെരി ഗുഡ്, ഇത്ര ഉള്ളു, വേറെ ഒന്നും പറയില്ല. നമ്മൾ ചെയ്തിട്ടുണ്ട് വെരി ഗുഡ്. എൻ്റെ അപ്പുറത്ത് അതിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ നിന്ന് ഔട്ട് ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടാണോ എല്ലാം വെരി ഗുഡ് എന്ന് പറയണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ത് ചെയ്താലും ഇവന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന് ഇത്രേ തരുള്ളൂ എന്നൊരിതുണ്ട്. അതിന് ഉദാഹരണം മമ്മൂക്ക ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക ഒന്ന് ചെയ്ത് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഡയറക്ടർ മമ്മൂക്ക ഒന്നും കൂടി അത് എന്ത് പറ്റി ഒന്നും കൂടി അത് മമ്മൂക്ക ചെയ്ത വേറൊരു സാധനം കിട്ടും. ആ പടത്തിൽ തന്നെ വേറൊരാൾ അഭിനയിക്കുന്നത്, പുതുതായിട്ട് വന്ന ഒരാൾ, ഒരു നടൻ, ആ പേര് ഞാൻ പറയുന്നില്ല. അതെല്ലാം ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്, ആദ്യം കാണിക്കുക ഓക്കെ. ഇത് കണ്ടപ്പോൾ മമ്മൂക്കൊക്കെ ഭയങ്കര വിഷമമായി. ഞാൻ മാത്രം ഇങ്ങനെ റീടേക്ക് പണ്ണു ഒന്നും അത് എത്ര ചെയ്താലും അത്രേ കിട്ടുള്ളൂ. മമ്മൂക്ക പിന്നെയും എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഇത് കയറി വന്നു. ഞാൻ എന്ത് കാണിച്ചാലും ഇത് ഓക്കെ ആണ്, എന്തുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ എന്ന് എഴുതിയിട്ടാണോ? ഇത് ഞാൻ ശരിക്കും പറഞ്ഞത് ഹാസ്യം തന്നെ പടം ചെയ്യുമ്പോഴാണ് ഞാനിത് ചേട്ടനോട് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഇല്ല, അശോകൻ ശരിക്ക് അഭിനയിക്കാൻ തുടങ്ങണുള്ളൂ. ഇപ്പോഴും അശോകന് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ അല്ലെങ്കിൽ അശോകൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല. അത് അശോകൻ അഭിനയിക്കുമ്പോൾ എനിക്കറിയാം. അത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ട് ഇപ്പോഴും അതെൻ്റെ മനസ്സിലുണ്ട്. ഏതൊക്കെ ചെയ്തു എന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചത്, പുറത്തിറങ്ങാൻ പോകുന്ന വലിയ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പറയാം, കുറേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, കുറേ വലിയ വേഷങ്ങൾ. എനിക്കത് വലിയ വേഷമാണ്. ഹീറോ അടക്കം ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി വലിയ ഗംഭീരമായിട്ടുള്ള വേഷങ്ങളാണ്. പക്ഷെ അതൊക്കെ എങ്ങനെ ജനം സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം കമേഴ്ഷ്യലായിട്ടുള്ളതുകൊണ്ട്, അല്ലാതെ ഒരു ഓഫ് ബീറ്റായിട്ടുള്ളതുകൊണ്ട്, അതിൻ്റെ അകത്ത് ഒരു സൈക്കോ ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടറും ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറേ വേഷങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് വേഷങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇനി ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ എനിക്കിപ്പോഴും ഇത്രയും സിനിമകൾ ആൾക്കാർ ഇറങ്ങി കണ്ടു. ഇപ്പോൾ ഇവിടെ ഡ്രഗിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് പറയുന്നു, കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ കുറേ സിനിമകൾ ഇപ്പോൾ കളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് വന്നിട്ടുള്ള ഇമോഷണലായിട്ട് കുറേ പടങ്ങൾ ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞു, അത് വരാനുണ്ട്. ഇപ്പോഴും എൻ്റെ കൊതി എനിക്കൊരു കോമഡി പടം ചെയ്യണമെന്ന് ഇപ്പോഴും എനിക്ക് കൊതിയാണ്. ഒരു നല്ല കോമഡി പടം ചെയ്തിട്ട് വർഷങ്ങളായി, കൊതിയാവുകയാണ് ഇപ്പോഴും. നല്ലൊരു തമാശ പടം വന്നിട്ടും കുറേ കാലമായി. അപ്പോൾ ഇന്നും ഈ മാധ്യമങ്ങളൊക്കെ ഉറക്കെ പലരും പല സമയത്തും പല സംഘടനകൾ ഒത്തുചേരാൻ നിർത്തി പറയുന്ന കാര്യങ്ങളാണ്. സിനിമ കാരണം പല ഭവിഷ്യത്തുകളും ഇവിടെ ഉണ്ടാകുന്നു, വെട്ടിക്കൊല്ലുന്നു, ഡ്രഗിന് അഡിക്റ്റ് ആകുന്നു എന്നൊക്കെ പറയുന്നു. പണ്ട് ഞാൻ ടെലികോമിൽ വർക്ക് ചെയ്യുമ്പോൾ തോപ്പിൽ ബാസി സാറ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭഗവാൻ കാലുമാറുന്നില്ല എന്ന് പറയുന്ന നാടകം കണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഈശ്വരവിശ്വാസം പോകുമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് വിശ്വാസികളാണ് എന്നാണ് തോപ്പിൽ ബാസി സാറ് ചോദിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമ കണ്ടാൽ ഒരു മനുഷ്യൻ അക്രമത്തിന് പ്രചോദനം കൊടുക്കുന്ന സിനിമയാണ്, ഞാൻ നാളെ ആക്രമിക്കാൻ ഇറങ്ങിയാണ്, അല്ലെങ്കിൽ ഞാൻ അഡിക്റ്റാകാൻ പോകണം, മദ്യത്തിനും മയക്കുമരുന്നിനും ഞാൻ അഡിക്റ്റാകുമെന്ന് പറയുന്ന മണ്ടത്തരമാണ്. നമുക്ക് ജീവിക്കണം എന്നുള്ളവന് എപ്പോഴും ജീവിക്കാൻ പറ്റും. എങ്കിൽ പിന്നെ ഈ മദ്യമൊക്കെ നിർത്തിക്കൂടെ, മയക്കുമരുന്ന് നിർത്തിക്കൂടെ? ഇതൊന്നും നിർത്താൻ പറ്റില്ല ഇവിടെ. എന്നോട് വളരെ കാര്യമായിട്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ജയിലുകളിൽ പോലും ഇന്ന് പല മയക്കുമരുന്നുകളും കിട്ടുന്നുണ്ടെന്ന് പറയുന്നു, അങ്ങനെ വാർത്തകൾ വന്നു. അപ്പോൾ ഇതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെയായാലും ഗവൺമെൻറ് വിചാരിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, നമ്മളും കൂടി വിചാരിക്കണം. പക്ഷേ അതൊരു സിനിമ കൊണ്ട് മാത്രം ശരിയാക്കിയെടുക്കാമെന്ന്, സിനിമയിൽ മയക്കുമരുന്നിനെക്കുറിച്ചോ മദ്യത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്ത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും സമൂഹത്തെ നന്നാക്കാമെന്നും പറ്റില്ല. അത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടി. ഇപ്പം നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് കുറേ നല്ല സിനിമകൾ ഉണ്ടാകുമെന്ന് 100% നല്ല വിശ്വാസമുണ്ട്. എന്തായാലും എനിക്ക് വളരെ സന്തോഷം. ഈ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും കൂടി ഒരുമിച്ച് നടത്തി എൻ്റെ നാട്ടിൽ വെച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു ആരാധിക്കലാണ്, അല്ലെങ്കിൽ എന്നെ അനുമോദിക്കുകയാണ്. അതും ലോകമറിയുന്ന
ഒരു സംവിധായകൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സിനിമ അഭിനയിച്ചതിനായിട്ട് അതിനായിരിക്കും ചിലപ്പോൾ പ്രകൃതി പറഞ്ഞ കാലം കാത്തിരുന്നത് ഇങ്ങനൊരു സന്ദർഭത്തിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ടായിരിക്കും വൈകിയാണെങ്കിലും എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു ഇത് തന്നതിൽ എനിക്ക് വളരെ സന്തോഷം, വളരെ നന്ദി ഞാൻ പറയുന്നു. അതുപോലെ ഈ രണ്ട് സംഘടനകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെ വളർത്തി വലുതാക്കിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ സംഘടന ഒരു ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന ഈ സംഘടന നന്മയുടെ ലോകത്തും സ്നേഹത്തിൻ്റെ ലോകത്തുമൊക്കെ ഒരു കൈത്തോക്കാണെങ്കിൽ അതൊരു പാറ്റൻടാങ്കായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഉള്ളിൽ തട്ടിയ താങ്കളുടെ വാക്കുകൾ ഞങ്ങളും നെഞ്ചിലേറ്റുന്നു ശ്രീ അശോകൻ. ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെയും ശ്രീ അശോകൻ പറഞ്ഞതുപോലെയും അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ വരുന്നതേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, അൺഹേർഡ് ആർ സ്റ്റിൽ സ്വീറ്റർ. അപ്പോൾ ഹിസ് ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. എല്ലാ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് ഇനി നമ്മുടെ പരിപാടിയിൽ ആശംസകളാണ്. ആദ്യമായി മെട്രോ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ശ്രീമതി KK രാജേശ്വരിയെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സബിതയുടെ വാക്കുകൾക്ക് നിങ്ങൾ കാതോർത്തിരിക്കുകയായിരിക്കും. ഒരേ വാക്കിൽ ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. അത് സാംസ്കാരിക കേന്ദ്രവും മെട്രോയും കൂടി നടത്തുന്ന ഈ 5 ദിവസത്തെ ചലച്ചിത്രോത്സവം, അതിനുള്ളൊരു വേദി ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് അതിഥികളായി എത്തിയിട്ടുള്ള ശ്രീ ജയരാജ്, അദ്ദേഹത്തിൻ്റെ കലാകാരൻ എന്നുള്ള നിലയിലുള്ള സാമൂഹ്യ അവബോധവും ആ സാമൂഹിക ഉത്തരവാദിത്വവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം ചില ഓർഗനൈസേഷനും അദ്ദേഹത്തിനുണ്ട്. കുട്ടികളുടെ റൈറ്റ്സിൻ്റെ അവയർനെസ്, അതിനുവേണ്ടി അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ നടത്തുന്നു. പക്ഷികൾക്കും മനുഷ്യർക്കും ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട് എന്നുള്ളതിൻ്റെ ഇതിൽ അദ്ദേഹം മറ്റൊരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണിച്ചു തരുന്നത് ഒരു കലാകാരൻ തൻ്റെ കലകളിൽ കൂടെ മാത്രമല്ല സമൂഹത്തിൽ അല്ലാതുള്ള പ്രതിബദ്ധതയും കാണിക്കുന്നു എന്നുള്ളതാണ്. ഹരിശ്രീ അശോകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ചിരിക്കുടുക്കയാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആകാശത്തിലെ മനോഹരനെ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ആ ഒരു തിരിച്ചറിയാൻ മറ്റൊരാളായിട്ട് മാറുകയും അതിൻ്റെ വിഹ്വലത അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അദ്ദേഹം തന്ന മറ്റൊരു നിധിയുണ്ട്, നമ്മുടെ അർജുൻ അശോകൻ. ഓമനത്വമുള്ള മുഖവും നല്ലൊരു ചിരിയുമായിട്ട് അർജുൻ അശോകൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതും ഈ സമയത്ത് ഓർക്കുന്നു. സബിതയെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം വളരെ കുട്ടിത്വമിടാത്ത ഒരു കുട്ടിയായിട്ടാണ് ജയരാജിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ജയരാജ് പറഞ്ഞ പോലെ തന്നെ സബിത ഇന്ന് ഓരോ പടവുകളും മുമ്പോട്ട് നീങ്ങി വളരെ വാനോളം ഉയരുന്ന ഒരു ഇതിലേക്ക് എത്തിക്കുന്നു. നടിയായിരിക്കുന്നു, കോസ്റ്റ്യൂം ഡിസൈനറായിരിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും പ്രത്യേക ആശംസകൾ. ഒപ്പം ഈ ചലച്ചിത്രോത്സവത്തിന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മേലിലും ചങ്ങമ്പുഴ കലാകേന്ദ്രവുമായിട്ട്, സാംസ്കാരിക കേന്ദ്രവുമായി സഹകരിച്ച് ഞങ്ങൾക്ക് പരിപാടികൾ നടത്താൻ അവസരം ലഭിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ സംരംഭങ്ങളും മനോഹരമാവണം എന്ന് എല്ലാവർക്കും ഒരു നിർബന്ധമുണ്ട്, ഒരാവശ്യവും കൂടിയാണത്. അങ്ങനെ മനോഹരമാക്കാൻ വേണ്ടി ശ്രീമതി സബിത ജയരാജിനെ ആശംസകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഇത് അടുത്ത് വേറെ ആരും ഇല്ല, അതുകൊണ്ടാണ് സബിത ജയരാജിനെ അവസാനമായി ഒരു മനോഹരമായ ഭാഷണത്തിന് ആശംസയ്ക്ക് ക്ഷണിക്കുന്നത്. പ്ലീസ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എല്ലാത്തിനും അവസാനം ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രസംഗത്തിലൂടെ അവസാനിപ്പിച്ച് നിങ്ങൾ നല്ലൊരു പടം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് സംസാരിച്ച എല്ലാവരും വലിയ പ്രാസംഗികരാണ്, കടികെട്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ്. എനിക്ക് അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ അങ്ങനെ ഒരു കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീ പ്രകാശൻ സാറ് പറഞ്ഞ പോലെ ഒരു വ്യക്തിയാണ്, 2-3 വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എനിക്ക് നവരസ സീരീസിലെ ഹാസ്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തൊരു കഥാപാത്രമാണ് ഈ കടേവർ ഏജൻറ്റിൻ്റെ അല്ലെങ്കിൽ കടേവർ ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ പത്നിയായി അഭിനയിക്കാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ വലിയൊരു ഭാഗ്യമായി കാണുന്നു. നമ്മൾ ഹാസ്യതാരമായി മാത്രം കണ്ട അശോകേട്ടനെ
നല്ലൊരു കഥാപാത്രത്തിലൂടെ നിങ്ങൾക്ക് ഹാസ്യത്തിലൂടെ കാണാൻ പറ്റും. ശ്രീ ജയരാജ് പറഞ്ഞ പോലെ വളരെയധികം അഭിനയശേഷിയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ അശോകേട്ടൻ. നമുക്ക് എല്ലാവരും പറഞ്ഞ പോലെ ഇനി വരും കാലങ്ങളിൽ അദ്ദേഹത്തെ നല്ലൊരു അഭിനേതാവായി കാണാൻ സാധിക്കും. അദ്ദേഹം ആഗ്രഹിച്ച പോലെ നല്ലൊരു ഹാസ്യ ചിത്രത്തിൻ്റെ ഭാഗമാവാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചലച്ചിത്രോത്സവത്തിലെ ഉദ്ഘാടന ചിത്രമായി ഹാസ്യത്തിനെ തിരഞ്ഞെടുത്തതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ചലച്ചിത്രോത്സവം നല്ലൊരു അനുഭവമാവട്ടെ. എല്ലാവർക്കും ആശംസ നേരുന്നു. താങ്ക് യു. സമാപന ആശംസ മനോഹരമായി മാഡം. ഇനി നന്ദി പ്രകാശനമാണ്. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ സന്തോഷ് കുമാർ. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ജയരാജ്, ഹരിശ്രീ അശോകൻ, സബിത ചൗധരി, ചങ്ങമ്പുഴയുടെ സ്മരണകളോർക്കുന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ മെട്രോ ഫിലിം സൊസൈറ്റി എന്ന നിലയിൽ, മെട്രോ ഫിലിം സൊസൈറ്റിയുടെ മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എറണാകുളത്തിൻ്റെ സാംസ്കാരിക മുഖമുദ്രയായി മാറിയിട്ടുള്ള മെട്രോ ഫിലിം സൊസൈറ്റി ഇന്ന് ഇവിടെ സമാരംഭം കുറിക്കുന്ന എടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാത്തായിട്ടുള്ള എല്ലാവരെയും ആദ്യമായി ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. ഇവിടെ പ്രകാശ് പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന ആളുകളിൽ നമുക്ക് മെട്രോ ഫിലിം സൊസൈറ്റിക്ക് കൂടുതൽ നല്ല ചലച്ചിത്രോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ അവസരം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീ ജയരാജ് പറഞ്ഞ പോലെ തന്നെ വിശ്വമഹാകവി ടാഗോർ പറഞ്ഞതുപോലെ തന്നെ ഇനിയും പാടാനിരിക്കുന്ന പാട്ടുകളായിരിക്കും കൂടുതൽ മധുരതരം എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇനിയും വരാനിരിക്കുന്ന ചിത്രങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും ഹൃദ്യമായി മാറുക. അങ്ങനെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് എടുക്കുകയാണ്. ഈ ഇടപ്പള്ളി ചലച്ചിത്ര അതിനു മുമ്പായിട്ട് ഒരു 2 വാക്ക് കൂടി പറയട്ടെ. ഈ സിനിമ ചലച്ചിത്രോത്സവം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതോടുകൊണ്ട് തന്നെ ഈ മെട്രോ ഫിലിം സൊസൈറ്റിയെ വളർത്തേണ്ട ബാധ്യതയും സഹകരണം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ആദ്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ മെമ്പർമാരായി തീരണം, അതിൻ്റെ പ്രവർത്തകരായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ചങ്ങമ്പുഴ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ശ്രീ പ്രകാശന് ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയുടെ പേരിലും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ മുഖ്യാതിഥി ശ്രീ ജയരാജ്, അദ്ദേഹത്തിനെ നമുക്കിവിടെ മുഖ്യാതിഥിയായി കിട്ടിയത് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ഒരു അഭിമാനമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും ചങ്ങമ്പുഴ സാംസ്കാരിക സമിതിയുടെ എടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ഹരിശ്രീ അശോകൻ നമ്മിൽ ഒരാളായി ഒരു ജാടയുമില്ലാതെ ഏത് നിമിഷം നമുക്ക് സമീപിക്കാവുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു അഭിനേതാവായി നമ്മുടെ ഒപ്പം തന്നെ നമ്മളുടെ ഒരാളായി നമ്മുടെ കുടുംബത്തിലെ രംഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ശ്രീ ഹരിശ്രീ അശോകനെ നമുക്കിവിടെ വിശിഷ്ടതാതിഥി കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇനിയും നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ചങ്ങമ്പുഴ സാംസ്കാരിക സമിതിയുടെ പേരിലും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ എടപ്പള്ളി ചലച്ചിത്രത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമതി സബിത ചൗധരി ജയരാജ് സാറിൻ്റെ സഹധർമ്മിണിയാണ്. ഇതിനുശേഷം അവതരിപ്പിക്കാൻ പോകുന്ന ഹാസ്യം എന്ന സിനിമയിലെ ഹരിശ്രീ അശോകൻ്റെ സഹധർമ്മിണിയായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. ശ്രീ സബിത ജയരാജിനെയും എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക സമിതിയുടെ പേരിലും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത പറഞ്ഞുകൊള്ളും. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി, അവരെയും എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക സമിതിയുടെ പേരിലും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ജീവനാഡി എന്ന് പറയാവുന്നത്, ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാവുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ശ്രീ ജോർജ് തന്നെയാണ്. വലിയൊരു കൈയ്യടി അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം ഇല്ലെങ്കിൽ മെട്രോ ഫിലിം സൊസൈറ്റി ഇല്ല. അത്രയ്ക്ക്
സ്വന്തം ജീവിതം അത് മെട്രോ ഫിലിം സൊസൈറ്റി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് രാവും പകലും അഹോരാത്രം പണിയെടുത്തുകൊണ്ടാണ് അദ്ദേഹം മെട്രോ ഫിലിം സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ഒരു മേഖലയില്ല. മെട്രോ ഫിലിം അദ്ദേഹത്തിൻ്റെ ജീവാത്മാവാണ്. അതോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ അടുത്ത് ഞങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നത് ഹൈക്കു കവിതകൾ തിരകൾ വരുന്നു. വളരെ മനോഹരമായ പുസ്തക ആണത്. അത് നിങ്ങൾ ഓരോരുത്തരും വാങ്ങി വായിക്കണം. ഇവിടെ നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അദ്ദേഹത്തിന് അത്തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ ജോർജിന് ചങ്ങമ്പുഴ സാംസ്കാരിക സമിതിയുടെ പേരിലും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഈ വേദി മൊത്തം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ട്രഷറർ ശ്രീ പി കൃഷ്ണ സാറാണ്. അദ്ദേഹത്തിനെയും ചങ്ങമ്പുഴ സാംസ്കാരിക സമിതിയുടെ പേരിലും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ചലച്ചിത്രോത്സവത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.